ദുബായ് അലൈൻ റോഡിൽ യാത്രാസമയം കുറയ്ക്കാനും ഗതാഗതക്കുരുക്കിൽ നിന്ന് രക്ഷ നേടാനുമൊക്കെ സാധിക്കുന്ന തരത്തിൽ പുതിയൊരു എക്സിറ്റ് കൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നതായി RTA അറിയിച്ചിരിക്കുകയാണ്. അലൈൻ ഡയറക്ഷനിൽ എക്സിറ്റ് 58 എന്ന് പറയുന്ന ഒരു പുതിയ എക്സിറ്റ് കൂടി നമുക്കിനി ഉപയോഗപ്പെടുത്താം. ദുബായിൽ നിന്ന് അലൈനിലേക്ക് പോകുന്ന വഴിയിൽ അൽഫാക്ക ഏരിയയ്ക്ക് സമീപത്തായിട്ടാണ് ഈ ഒരു പുതിയ എക്സിറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ രണ്ട് ഡയറക്ഷനിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്കും ഗതാഗതക്കുരുക്കിൽ പെടാതെ ഒരു പരിധിവരെ രക്ഷ നേടാനും യാത്രാസമയം ലഘൂകരിക്കാനും ഈ പുതിയ എക്സിറ്റ് ഉപകരിക്കും. 5 ലക്ഷം ദിർഹം വരെ ഫൈൻ ലഭിക്കുന്ന തരത്തിൽ വെറ്റിനറി നിയമം കർശനമാക്കിക്കൊണ്ട് അജ്മാൻ മുനിസിപ്പാലിറ്റി രംഗത്ത് വന്നിരിക്കുകയാണ്. നിലവിലുള്ള നിയമം തന്നെയാണ് 2017 ഫെഡറൽ നിയമം ലംഘിക്കുന്ന ആളുകൾക്കെതിരെ 10,000 ദിർഹം മുതൽ 5 ലക്ഷം ദിർഹം വരെ ഫൈൻ ഈടാക്കുമെന്നാണ് അജ്മാൻ മുനിസിപ്പാലിറ്റി ഇപ്പോൾ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം എക്സ്പയറി ആയ വെറ്റിനറി പ്രോഡക്ട്സിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഡിസ്പോസൽ ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ പരാമർശിക്കുന്ന ഈയൊരു നിയമം നിർബന്ധമായും ഇനി പാലിക്കണം. ഇതിനുവേണ്ടിയുള്ള കൂടുതൽ പരിശോധനകളും നടക്കുമെന്നാണ് അജ്മാൻ മുനിസിപ്പാലിറ്റി അറിയിച്ചിട്ടുള്ളത്. ദുബായിലെ ടോൾ സംവിധാനമായ സാലിക്കിന്റെ ലാഭം വർദ്ധിച്ചതായി അതോറിറ്റീസ്. അടുത്തിടെ പുതുതായി 2 ടോൾ ഗേറ്റുകൾ കൂടി പ്രവർത്തനം ആരംഭിച്ചപ്പോഴാണ് ഈയൊരു പ്രകടമായ മാറ്റം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിലവിലെ ലാഭം രേഖപ്പെടുത്തിയിരിക്കുന്നത് 1.16 ബില്യൺ ദിർഹമാണ്. 2023 കണക്ക് നോക്കുകയാണെങ്കിൽ 1 ബില്യൺ ദിർഹമായിരുന്നു ലാഭം. ഫെബ്രുവരി 14 ലോകം മുഴുവനും വാലന്റൈൻസ് ദിനമായി ആഘോഷിക്കുമ്പോൾ UAEയിലും വിവിധ ഇടങ്ങളിൽ വാലന്റൈൻസ് ദിന പ്രത്യേക ആഘോഷങ്ങളും പരിപാടികളും ഒക്കെ നടന്നു വരികയാണ്. എന്നാൽ UAEയുടെ ചരിത്രത്തിൽ നിർണായകമായി മറ്റൊരു പ്രത്യേകത കൂടിയുള്ള ദിവസമാണ് ഫെബ്രുവരി 14 ലക്ഷക്കണക്കിന് വിശ്വാസികൾക്കും സന്ദർശകർക്കും വേണ്ടി അബുദാബിയിലെ ബാബ്സ് ഹിന്ദു ക്ഷേത്രം തുറന്നുകൊടുത്തൊരു ദിവസമാണ് ഫെബ്രുവരി 14. കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് UAEയിലെ ഭരണാധികാരികളുടെയും ഇന്ത്യയിൽ നിന്നും മറ്റുമുള്ള മതപണ്ഡിതന്മാരുടെയും വിശിഷ്ട വ്യക്തികളുടെയും ഒക്കെ സാന്നിധ്യത്തിൽ ബാബ്സ് മന്ദിർ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. ഒരു വർഷം പിന്നിടുമ്പോഴേക്കും 20ഓളം വിവാഹങ്ങൾ ബാബ്സ് ഹിന്ദു മന്ദിറിൽ വെച്ച് നടന്നു കഴിഞ്ഞു. 35ഓളം കമ്മ്യൂണിറ്റി ഇവന്റ്സും 1000ഓളം മറ്റു പരിപാടികളുമെല്ലാം ബാബ്സ് ഹിന്ദു ക്ഷേത്രത്തിൽ നടന്നു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. ദിവസങ്ങൾ പിന്നിടുമ്പോൾ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ജാതിമത ഭേദമന്യേ ആളുകളുടെ ഒരു ഒഴുക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് മേഖലയിലെ ആദ്യത്തെ തന്നെ ശിലാക്ഷേത്രത്തിലേക്ക്. ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ്സ് 2025 ഫെബ്രുവരി 14 വെള്ളിയാഴ്ച. Night updates supported by Tasi Gold and Diamonds, Akbar Travels, Partha Signature Abu Shagara Sharjah, Cuties International, Time Express Cargo, Marmam Diary, TMG Global Business Setup, 123 Cargo, Prime Medical Center, Autocart Used Cars, Ayush Care, Lucky Center, Kalyan Jewelers, Lulu, Gold Star Rent-A-Car, Ayurmana Ayurveda and Panchakarma Center, Hashim Hypermarket, Zamzam Mandi, Bliss Institute, Office Based Furniture.